മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ട്രസ്റ്റ് ഭാരവാഹികളും മാതാ കോളേജും ചേർന്ന് വാർഷികാഘോഷ പരിപാടിയും മെഡിക്കോ ഫെസ്റ്റ് 2025-26 സംഘടിപ്പിച്ചു. കാട്ടാക്കട ചാരുപാറ വിശ്വദീപ്തി സ്കൂളിലെ മദർ തെരേസ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ട്രസ്റ്റിൻ്റെ ആരംഭം മുതൽ നാളിതുവരെയും സാമൂഹ്യ സേവനം ലക്ഷ്യം വെച്ച് വളരെയധികം പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് പ്രസിഡന്റ് ജിജി ജോസഫ് ചെയ്തു വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വീൽ ചെയറുകൾ, വാക്കർ, വാക്കിംഗ് എക്യുപ്മെൻറ്റുകൾ, നിരാലംബരായ അമ്മമാർക്കും വൃദ്ധജനങ്ങൾക്കും ഭക്ഷ്യക്കിറ്റുകളും അവശ്യ സാധനങ്ങളുടെ കിറ്റും, തൊഴിലുറപ്പ് വനിതകൾക്ക് സമ്മർ കിറ്റുകൾ, മെഡിക്കൽ കോളേജ്, RCC എന്നിവിടങ്ങളിൽ പൊതിച്ചോറ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകൾ, സ്കൂളുകളിൽ ബാഗ്, പഠനോപകരണങ്ങൾ, പഠിക്കാനുള്ള ഫീസ് ഇളവ്, അമ്മത്തൊട്ടിൽ, സ്നേഹ ഡിസബിലിറ്റി സെൻറ്റർ, വൃദ്ധസദനങ്ങൾ തുടങ്ങി ഒട്ടനവധി സഹായങ്ങൾ ട്രസ്റ്റിൻ്റെ പേരിൽ നൽകി വരികയാണ്. ഈ വർഷം നിസ്സഹായരായ ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു കൊടുക്കുകയും അതിൻ്റെ താക്കോൽദാന ചടങ്ങ് മെഡിക്കോ ഫെസ്റ്റ് 2025-26 വേദിയിൽ നടത്തുകയും ചെയ്തു. പോളിയോ ബാധിച്ച് ഇരു കാലുകളും ശോഷിച്ചു പോയ വനിതയ്ക്ക് ഇലക്ട്രിക് വീൽ ചെയർ, മറ്റുള്ളവർക്ക് വീൽ ചെയറുകളും അമ്മമാർക്ക് തയ്യൽ മെഷീൻ തുടങ്ങിയവയും വേദിയിൽ നടന്നു. മെഗാ ചാരിറ്റി ഈവന്റ് കാട്ടാക്കട MLA IB സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം ചലച്ചിത്ര താരവും സാമൂഹ്യ പ്രവർത്തകയുമായ സീമാജി നായർക്ക് നൽകി. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പം ഈ വേദിയിൽ നിൽക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മദർ തെരേസ പുരസ്കാരം ഗവർണർ ആരിഫ് ഖാനിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങി. അത് 4 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് ഞാനതിന് അർഹയാണോ എന്ന് പോലും ആലോചിച്ചു പോയ ഒരു നിമിഷമായിരുന്നു. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താലും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. വീണ്ടും അന്ന് ഞാൻ കൽക്കട്ടയിൽ അമ്മയുടെ ആ ചർച്ചിൽ ഈ അവാർഡ് കൊണ്ട് വെക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ മനോജ് ആർപ്പിള്ളിയുണ്ട് ഇവിടെ. അപ്പം മനോജ് ഞാനും കൂടിയാണ് പോകാം എന്ന് വിചാരിച്ചത്. ഇതുവരെ അത് മുടങ്ങിപ്പോയി. അപ്പം മനോജ് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഇനി 3ാമതൊരു മദർ തെരേസ പുരസ്കാരം കൂടെ കിട്ടിയിട്ട് ചേച്ചി കൽക്കട്ടയ്ക്ക് പോകുള്ളൂ എന്ന്. അപ്പം 2ാമത്തെ അവാർഡ് ഇന്ന് ഇവിടെ ഏറ്റുവാങ്ങി. ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ജിജി മാമിനെ കുറിച്ച് വന്നപ്പോഴും ഇതിനു മുമ്പും ലാലു എനിക്ക് തോന്നുന്നൊരു 8-10 തവണ ഞാനും ലാലുമായിട്ട് സംസാരിച്ചു. ലാലു പറയുമ്പോഴെല്ലാം വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ജിജി മാമിനെ കുറിച്ചായിരുന്നു. ജിജി മാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ സ്വാഗതം ആശംസിച്ച അലക്സ് പറഞ്ഞു, ആരെയും അറിയിക്കാതെയാണ് ജിജി മാം എത്രയോ വർഷം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. 15 വർഷം. അപ്പോൾ ഏകദേശം ആ ഒരു കാലഘട്ടത്തോളം അല്ലെ അതിലും കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള വർഷങ്ങളിൽ ആരും അറിയാതെ തന്നെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ശരണ്യ എന്ന ആക്ട്രസ് അർബുദബാധിതയായി ലോകത്തോട് മല്ലടിച്ച് 9ാമത്തെ സർജറിയുടെ സമയം വരെ ഞങ്ങൾ ആരുടെ മുമ്പിൽ കൈനീട്ടിയില്ല. 10ാമത്തെ സർജറി ആയപ്പോൾ പ്രിയപ്പെട്ട മനോജ് കൊണ്ട് മനോജാണ് സൂരജ് പാലാക്കാരനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ കൈനീട്ടി മുമ്പിലോട്ട് വരികയും ചെയ്തത്. പ്രശസ്തി പത്രവും 25,000 രൂപ ക്യാഷ് പ്രൈസുമാണ് സമ്മാനം. അരുവിക്കര MLA G. സ്റ്റീഫൻ, കാട്ടാക്കട, കള്ളിക്കാട്, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ മേഖലയിൽ നിന്നുള്ള നിരവധി പേരെ ആദരിച്ചു. തലസ്ഥാന വാർത്തകൾ, കാട്ടാക്കട. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.